بسم الله الرحمن الرحيم السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ അധ്യായ നാമങ്ങളും ആ നാമങ്ങളിൽ അവ അറിയപ്പെടാനുള്ള കാരണങ്ങളും എന്ന പഠന പരമ്പരയിലെ 25-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. സത്യാസത്യ വിവേചനം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫുർഖാനാണ് വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം. മക്കയിൽ അവതീർണമായ ഈ സൂറത്തിൽ 77 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. സത്യനിഷേധികളുടെ എതിർപ്പും പരിഹാസവും ശക്തമായ പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ സൂറത്ത് യാസീനു ശേഷം അവതരിച്ച അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ സൂറത്തിൻ്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ അധ്യായ നാമം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഫുർഖാൻ എന്ന് ഈ അധ്യായത്തിന് പേര് വരാനുള്ള കാരണവും. ഖുർആൻ എന്ന പേരിന് ശേഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു നാമമാണ് അൽ ഫുർഖാൻ. വേർതിരിക്കുക എന്നർത്ഥം വരുന്ന ഫറഖ എന്ന പദത്തിൽ നിന്നാണ് ഫുർഖാൻ എന്ന നാമം വന്നിട്ടുള്ളത്. സത്യത്തെയും അസത്യത്തെയും ഹലാലിനെയും ഹറാമിനെയും ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കുന്നത് എന്താണോ അതാണ് ഫുർഖാൻ. സൂറത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ട ആദ്യ വചനം നമുക്കൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. ലോകർക്ക് താക്കീത് നൽകുവാൻ അല്ലെങ്കിൽ താക്കീത് നൽകുന്നവൻ ആയിരിക്കുവാൻ വേണ്ടി തൻ്റെ അടിയാൻ്റെ മേൽ ഫുർഖാൻ അഥവാ വിവേചന പ്രമാണം അവതരിപ്പിച്ചിട്ടുള്ളവൻ നന്മയേറിയവനാകുന്നു അഥവാ അള്ളാഹു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നത്. സത്യനിഷേധികൾ ഇസ്ലാമിനും പ്രവാചകനുമെതിരെ ഉപയോഗിച്ചിരുന്ന വാദമുഖങ്ങൾ, അതിനുള്ള അള്ളാഹുവിൻ്റെ മറുപടിയും അവർക്ക് ഈ ലോകത്തും പരലോകത്തും വരാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ചുള്ള താക്കീതുകളുമാണവ. ഇസ്ലാമിനെതിരെ എക്കാലത്തും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടികളും ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ അഥവാ ഇബാദുർ റഹ്മാൻ അവരെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഇബാദുർ റഹ്മാനിൻ്റെ അഥവാ പരമകാരുണികൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ 9 ഗുണങ്ങളാണ് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു വിവരിച്ചിട്ടുള്ളത്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ വല്ലദീന യഖൂലൂന റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا
إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ഇത്രയാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. പരമകാരുണികന്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരും അവിവേകികൾ തങ്ങളോട് സംസാരിച്ചാൽ സമാധാനപരമായി മറുപടി നൽകുന്നവരുമാകുന്നു. തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചുകൂട്ടുന്നവരുമാകുന്നു അവർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും അത് അഥവാ നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവരുമാകുന്നു അവർ. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയ്ക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അള്ളാഹുവോടൊപ്പം വേറെയൊരു ആരാധ്യനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരും അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിച്ച് കളയാത്തവരും വ്യഭിചരിക്കാത്തവരുമാകുന്നു അവർ. ആ കാര്യങ്ങൾ വല്ലവനും ചെയ്യുന്ന പക്ഷം അവൻ പ്രതിഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല 72-ാമത്തെ ആയത്തിൽ പറയുന്നു, വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തു കൂടി പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാകുന്നു അവർ. തങ്ങളുടെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ ബധിരന്മാരും അന്ധന്മാരുമായിക്കൊണ്ട് അതിന്മേൽ ചാടി വീഴാത്തവരുമാകുന്നു അവർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമാകുന്നു അവർ, അല്ലെങ്കിൽ പറയുന്നവരുമാകുന്നു അവർ. ഇത്രയുമാണ് ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങളായി പറയുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്വർഗം നൽകും എന്നുകൂടി റബ്ബ് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിനെ കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മൾ പരിശ്രമിക്കുക. ഇതിൽ പറയുന്ന ഉത്കൃഷ്ടമായ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.